ഹായ്, ഇന്നൊരു അറേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: റീപ്ലേസ് എവറി അറേ എലമെന്റ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ്. ഇത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം ഒരു എക്സാമ്പിളിലൂടെ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് അറേ. അറേയുടെ എലിമെന്റ്സ് 2, 3, 4, 5, 6. അപ്പൊ ഇതിന്റെ റിസൾട്ട് വരേണ്ടത് ഫസ്റ്റ് ഇൻഡെക്സിൽ. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? പ്രീവിയസിന്റെയും നെക്സ്റ്റിന്റെയും, അതായത് ആ ഒരു എലമെന്റ് എടുത്താൽ ഇതിന്റെ പ്രീവിയസും ഇതിന്റെ നെക്സ്റ്റും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് ആണ് ആ പൊസിഷനിൽ വരേണ്ടത്. 0th ഇൻഡെക്സിന് നെക്സ്റ്റ് വാല്യൂ 3 ആണ്, പക്ഷേ പ്രീവിയസ് വാല്യൂ ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തുള്ള വാല്യൂ ആയിരിക്കണം 0th ഇൻഡെക്സിൽ വരേണ്ടത്. അപ്പോൾ 2 into 3 6. ഫസ്റ്റ് ഇൻഡെക്സിന് 0th സെക്കൻഡ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷന്റെ റിസൾട്ട് അത് 2 into 4 എത്രയാണ്? 8. സെക്കൻഡ് ഇൻഡെക്സിൽ എന്താണ്? 3 into 5 15. തേർഡ് ഇൻഡെക്സിൽ 4 into 6 24. ലാസ്റ്റ് ഇൻഡെക്സിന് പ്രീവിയസ് ഉണ്ടെങ്കിലും നെക്സ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് ആയിരിക്കണം ലാസ്റ്റ് ഇൻഡെക്സിൽ വരേണ്ടത്. അതായത് 6 5 എത്രയാണ്? 30. ഇങ്ങനെയാണ് റിസൾട്ട് വരേണ്ടത്. അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 0th ഇൻഡെക്സും ഈ ലാസ്റ്റ് ഇൻഡെക്സും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പ്രീവിയസും നെക്സ്റ്റും ഉണ്ട്. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എഴുതുക. 0th പൊസിഷനും ഫസ്റ്റ് പൊസിഷനും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ടും ലാസ്റ്റ് ഇൻഡെക്സിന് തൊട്ട് മുന്നേ ഉള്ളതും ലാസ്റ്റ് ഇൻഡെക്സും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. ഇതാണ് പ്രോഗ്രാം. ഞാൻ യൂഷ്വലി അറേ സ്കാനഫ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ലിമിറ്റ് എടുത്തിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറേ നേരത്തെ സെമിക്കോളം ഉണ്ടായിരുന്നു. സെമിക്കോളം മറക്കല്ലേ. ഓക്കെ, അറേ നേരത്തെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഈ അറേയിൽ നേരത്തെ കൊടുത്ത വാല്യൂ 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി n = 5 ആയിരിക്കും. ഐ ഐട്രേഷന് വേണ്ടിയിട്ട് n ലിമിറ്റും ഐ ഐട്രേഷനും. ഓക്കെ, ഇത് നമ്മൾ സ്കാനഫിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ഒറിജിനൽ അറേ എന്ന് പറഞ്ഞിട്ട് ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ അറേ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇതായിരിക്കും റിസൾട്ട് വരുന്നത് 2, 3, 4, 5, 6. ഇനിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കൂ, ഞാൻ ഇവിടെ ഒരു ടെമ്പററി അറേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഈ സൈസിൽ n എന്ന് പറഞ്ഞ് 5 ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ആ സൈസിൽ ഞാനൊരു ടെമ്പററി അറേ എടുത്തു. കാരണം ഒറിജിനൽ അറേ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടെമ്പററി അറേ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? 0th ഇൻഡെക്സിൽ അതിന് പ്രീവിയസ് വാല്യൂ ഇല്ല, അല്ലെ? 0th ഇൻഡെക്സിന് പ്രീവിയസ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് 0th പൊസിഷനിലെയും ഫസ്റ്റ് പൊസിഷനിലെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ temp of 0 = array of 0 into array of 1. ഓക്കെ, ARR നാട്ടോ വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0th-ലെയും ഫസ്റ്റിലെയും മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് ടെമ്പിന്റെ 0 പൊസിഷനിൽ വെച്ചു. ഓക്കെ, അപ്പോൾ ടെമ്പിന്റെ 0th പൊസിഷനിൽ ഇപ്പൊ എന്തായി? 2 into 3 6 ആയി. ഇനി നെക്സ്റ്റ് തുടങ്ങുന്ന എവിടെ തൊട്ടാണ്? 1 തൊട്ടാണ്. എവിടെ വരെ പോകും? n-2 വരെ പോകും. ലെസ് ദാൻ n-1 എന്ന് പറയുമ്പോൾ n-2 വരെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. കാരണം ഈ 0th പൊസിഷനിലെയും ലാസ്റ്റ് ഇത് n-1 ആണല്ലേ, n 5 ആണ്, n-1 4. ഈ രണ്ട് 0യും പറ്റില്ല, ചെക്ക് ചെയ്യണ്ട. ഈ 4ത്തും ചെക്ക് ചെയ്യണ്ട. ഇത്രയും വാല്യൂസിന് മാത്രമേ പ്രീവിയസും നെക്സ്റ്റും കാണുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തത്. 1 തൊട്ട് n-1 തൊട്ട് മുന്നേ വരെ പോകും. അതായത് 1 തൊട്ട് n-2 വരെ കണ്ടീഷൻ പോകണം. n-1 ആകുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവണം. ഓക്കെ, അങ്ങനെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് temp of i-ലോട്ട് ARR of i-1ഉം ARR of i+1. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. i = എത്രയാണ്? 1. 1 ലെസ് ദാൻ n-1 ആണോ നോക്കണം. അതായത് 1 ലെസ് ദാൻ n-1 എത്രയാണ്? 4. 1 ലെസ് ദാൻ 4 ആണോ? അതെ. അപ്പോൾ n ലെസ് ദാൻ 4 ആണ് എന്ത് ചെയ്യണം?
temp of iയിലേക്ക് ഒറിജിനൽ അറേ ഓഫ് i minus 1 ഇൻറ്റു അറേ ഓഫ് i plus 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് സ്റ്റോർ ചെയ്യണം. അറേ ഓഫ് i minus 1 എന്താണ്? i എത്രയാണ്? 1. 1 minus 1 0. അറേ ഓഫ് 0 ഇൻറ്റു അറേ ഓഫ് i plus 1. അതായത് i എത്രയായിരുന്നു? 1. 1 plus 1 2. 0th ഇൻഡെക്സിലെ വാല്യൂവിന്റെയും സെക്കൻഡ് ഇൻഡെക്സിലെ വാല്യൂവിന്റെയും മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം? temp of 1ൽ സ്റ്റോർ ചെയ്യണം. temp of 1ൽ എന്താണ്? ഏതൊക്കെ വാല്യൂ ആണ്? 0യിലെ സെക്കൻഡില് 2 ഇൻറ്റു 4 എത്രയാണ്? 8. അത് ഫസ്റ്റ് ഇൻഡെക്സിൽ സ്റ്റോർ ആവുന്നു. ഓക്കെ, അങ്ങനെ സ്റ്റോർ ആയി i ഇൻക്രിമെന്റ് ആവും. i ഇൻക്രിമെന്റ് ആയി എത്ര ആവും? i ഇൻക്രിമെന്റ് ആയിട്ട് 2 ആവും. 2 ലെസ് ദാൻ 4 ആണോ? അതെ. അങ്ങനെയാണെങ്കിലോ ARR ഓഫ് 2 minus 1 ഇൻറ്റു ARR ഓഫ് 2 plus 1. അറയില് അപ്പൊ ഏതാണ്? 2 minus 1 എത്രയാണ്? 1 ഇൻറ്റു 2 plus 1. 2 plus 1 എത്രയാണ്? 3. ഫസ്റ്റ് ഇൻഡെക്സും തേർഡ് ഇൻഡെക്സും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ സെറ്റ് എന്താണ്? 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 എത്രയാണ്? 15. ഏത് ഇൻഡെക്സിൽ വരും? temp of സെക്കൻഡ്. സെക്കൻഡ് ഇൻഡെക്സിൽ എന്ത് വരും? 15. അങ്ങനെ i2 ആയി. ദെൻ ഞാൻ മായ്ക്കാണ്. i2 കഴിഞ്ഞിട്ട് i എത്രയായി? 3 ആയി. 3 ലെസ് ദാൻ 4 ആണോ? അതെ. അപ്പോൾ ARR ഓഫ് 3 minus 1 ഇൻറ്റു ARR ഓഫ് 3 plus 1. 3 minus 1 എത്രയാണ്? 2. 2 ഇൻറ്റു 4. 2ൽ എന്താണ്? 4. 4ൽ എന്താണ്? 6. ഇത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ സെറ്റ് എന്താണ്? 24. അത് ഏത് പൊസിഷനിൽ വരും? temp of 3ൽ ഇതിന്റെ റിസൾട്ട് വരും അല്ലേ? temp of 3ൽ എന്ത് വരും? 24. ഇനി അടുത്ത ഇറ്ററേഷനിൽ i ഈക്വൽ ടു 4 ആവും. 4 ലെസ് ദാൻ 4 ആണോ? അല്ല. അങ്ങനെ ഇത്രയും ഇറ്ററേഷൻ കഴിഞ്ഞിട്ട് ഇത്രയും കിട്ടും. ഇനി ഒരു വാല്യൂ പെൻഡിങ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആയിട്ട് ലാസ്റ്റ് വന്നിലേക്ക് നോക്കൂ. temp of n minus 1 equal to ARR of n minus 1 n minus 2 into ARR of n minus 1. ലാസ്റ്റ് ഇൻഡെക്സിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? അതിന് നെക്സ്റ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ആ വാല്യൂ ഇൻറ്റു തൊട്ട് മുന്നത്തെ വാല്യൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലൂപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് temp of n minus 1 equal to n minus 1 എന്താണ്? 4. temp of 4ല് എന്ത് വാല്യൂ വരും? ARR ഓഫ് n minus 2 ഇൻറ്റു ARR ഓഫ് n minus 1. n minus 2 എത്രയാണ്? n എത്രയാണ്? 5. 5 minus 2 എത്രയാണ്? 3. n minus 2 അത് ARR ഓഫ് 3 ഇൻറ്റു ARR ഓഫ് 4. തേർഡ് പൊസിഷനിൽ ഫോർത്ത് പൊസിഷനിൽ വാല്യൂന്റെ സമ്മ് temp of 4ൽ. ഇപ്പോൾ temp of 4ൽ എത്ര വരും? ഈ പൊസിഷനിൽ എന്ത് വരും? തേർഡും ഫോർത്തും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് എന്താണ്? 30. അപ്പൊ ഇങ്ങനെയാണ് പ്രോഗ്രാം ഇരിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേഷൻ എന്ന് അറിയാം. ഇങ്ങനെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ എന്തായാലും ഒന്നുകൂടെ പറയാം. ഞാൻ അറേ നേരത്തെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അറേ. എന്നിട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? 0th പൊസിഷനും n minus 1 പൊസിഷനും.
ഇപ്പൊ ഈ കേസ് പറയുകയാണെങ്കിൽ 0ത്തിലെയും 4ത്തിലെയും നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയും ബാക്കി ലൂപ്പ് വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടെമ്പിനകത്ത് ഈ ഒരു അറേ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ എഴുതുന്നില്ല. അതായത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ടെമ്പ് അറേ പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റീപ്ലേസ് ചെയ്യുന്ന ഈ ഒരു ലോജിക്കിനെ ഒരു ഫംഗ്ഷനിലോട്ട് വേണമെങ്കിൽ മാറ്റാം. കോഡ് കുറച്ചുകൂടെ സിമ്പിൾ ആവും. ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന വിചാരിക്കരുത്. ലാസ്റ്റ് ഫോർ ഉപയോഗിച്ച് ഇത് പ്രിന്റ് ചെയ്യിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള പ്രോഗ്രാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.